ഹലോ, നമുക്കൊന്നൊരു സ്ട്രോബെറി പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പാട്ടോ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വെറും 3 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അതിന് വേണ്ടത് ഫസ്റ്റ് വേണ്ടത് ഒരു സെയിം ഈക്വൽ ആയിട്ടുള്ള വശങ്ങളുള്ള ഒരു പേപ്പറാണ്. അതിൽ നമ്മൾ എന്താ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തലങ്ങും വിലങ്ങും അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു ചെറിയൊരു ചതുരാക്കി എടുക്കണം. ഓക്കെ, അതിന്റെ താഴത്തുള്ള ഈ കോണുണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടക്കുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡും. ഓക്കെ, ലെഫ്റ്റ് റൈറ്റിലോട്ടും റൈറ്റ് ലെഫ്റ്റിലോട്ടും മടക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ചെയ്യുക. എന്നിട്ട് ഈ മോളത്തെ കോണുണ്ടല്ലോ അതും ഉള്ളിലേക്ക് മടക്കണം. മറ്റേ സൈഡും അതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. അവർക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്ട് മെസ്സേജ് തരാനുണ്ടെങ്കിൽ ആരും അറിയാതെ ഇതേപോലെയൊക്കെ തരാലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ഇതുപോലെ ഒരു ചെറിയൊരു അറ ഉണ്ടാവും. ഉം. അതുപോലെ ദാ ഇപ്പുറത്തും ചെയ്യാം. പക്ഷെ രണ്ട് പുറത്തും നമ്മൾ ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഈ ഉള്ളിലുള്ള ത്രികോണം ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. വളരെ എളുപ്പമാണ്. പിന്നെന്താ അത് പുറത്തോട്ട് മടക്കുക, ഈ ഭാഗം പുറത്തോട്ട് മടക്കുക. ഈ രണ്ട് കൊമ്പുകൾ ഉണ്ടല്ലോ അവശേഷിച്ചിരിക്കുന്നത്, അതും നമുക്ക് പുറത്തോട്ട് മടക്കണം. മടക്കിയിട്ട് ആ ഒരു ലെവൽ നമുക്ക് പാകാക്കാൻ വേണ്ടിയിട്ട് ആ കോണുകൾ മധ്യം മടക്കുക. എന്നിട്ടത് ഇങ്ങോട്ട് പുറത്തോട്ട് മടക്കുക. ഓക്കെ, രണ്ട് സൈഡും ഒരുപോലെ തന്നെ മടക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒരുപോലെ നിരപ്പാകുന്ന തരത്തിൽ വേണം ഇത് നമ്മൾ ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ സീക്രട്ട് മെസ്സേജ് വെക്കാനുള്ള ഭാഗം. ഇതാണ് നമ്മൾ സീക്രട്ട് മെസ്സേജ് വെക്കാനുള്ള ഭാഗം. ഓക്കെ, അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉള്ളിലിട്ട് ഒരു നല്ലൊരു സ്ട്രോബെറി കുട്ടനാക്കിയിട്ട് കൊടുക്ക്. ഇതൊക്കെ ഒരു രസമല്ലേ? ഓക്കെ, ഈ ഭാഗങ്ങൾ ഈ നാല് കൊമ്പുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണ്, സ്ട്രോബെറിക്ക് എന്താ ഇല ഉണ്ടാവൂല്ലേ? ഇല ഇല എനിക്ക് കറക്റ്റ് ആയിട്ട് വെട്ടാൻ അറിയില്ല കേട്ടോ ശരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി മാക്സിമം ശ്രമിച്ചിട്ട് ഞാനൊരു ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇലയായോ പൂവായോ കായായോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, എങ്കിലും ഞാനങ്ങ് വെട്ടി. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ആ ആ വെട്ടിയിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്ട്രോബെറി കുട്ടൻ്റെ തലേൻ്റെ ഭാഗത്തായിട്ട് ഗമ്മ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കും. നിങ്ങളുടെ കയ്യിൽ ഏത് തരം ഗമ്മാണോ, ഞാൻ ഫെവിക്കോളാണ് ഇത് ഉപയോഗിച്ചത്. അത് കുറച്ച് ടൈം എടുക്കണം കേട്ടോ ഒട്ടാൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നല്ല പശ വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിനൊരു കൊമ്പ് വേണമല്ലോ, ആ കൊമ്പിന് വേണ്ടി നമ്മൾ ചെറിയൊരു പേപ്പർ പീസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ നടുവിൽ എന്ന് വെച്ചാൽ നമ്മുടെ പാകത്തിന് ഒരു വലുപ്പത്തിലേക്ക് വെട്ടിയിട്ട് അതിന്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുക. എന്നാൽ പിന്നെ ആ ഹോളിലേക്ക് ശരിക്കും ഇറങ്ങി നിൽക്കും. കണ്ടോ? ഇത് ഇതിന് വേണ്ടി നിങ്ങൾക്ക് കറുപ്പ് ഇങ്ക് വെച്ചിട്ട് ഡോട്ടൊക്കെ ഇട്ട് ഒന്നും കൂടി ഭംഗിയാക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രോബെറി കൂടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.